ലൈസൻസ് ഇല്ലാതെയും അപകടകരമായും ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളുകളിലെത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പോലീസ്. പെരിന്തൽമണ്ണയിൽ 2 ദിവസത്തെ പരിശോധനയിൽ 40ഓളം ബൈക്കുകൾ പിടികൂടി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലയിൽ ഉടനീളം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ നമ്മുടെ സ്കൂളുകളിലെ സ്കൂളുകളുടെ പരിസരങ്ങളിൽ അവർ ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതായത് യാതൊരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കപ്പെടാതെ അവർ 2-3-4 പേര് കയറുക, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ജുവനൈൽസ് വണ്ടി ഓടിക്കുക. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്കൂളുകളിലും അവരുടെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ സംഘർഷങ്ങൾ പതിവാണ്, അപകടങ്ങൾ പതിവാണ്. അതൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിപ്പോൾ എല്ലാ സ്കൂളുകളിലെയും പരിസരങ്ങളിൽ ഈ ഇരുചക്ര വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ചും കുട്ടികൾ ഓടിച്ചു വരുന്നത്. പിടികൂടിയവയിൽ 15 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഓടിച്ച 5 ബൈക്കുകളുമുണ്ട്. ഈ കേസുകളിൽ രക്ഷിതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും വിദ്യാർത്ഥികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഓരോരുത്തർക്കും 30,000 രൂപ വരെ പിഴ ചുമത്തി. ശേഷിക്കുന്നവർ 18 വയസ്സ് തികഞ്ഞവരാണ്. ഇവർക്ക് ലൈസൻസ് ഇല്ലാത്തതിന് പിഴ ചുമത്തി. വീട്ടുകാർ അറിയാതെയും മറ്റും ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളിലെത്തുന്നവരും പിടികൂടിയവരിൽ ഉൾപ്പെടുന്നു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ച് പോലീസ് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി ബോധവൽക്കരണം നടത്തി. പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിലെ പെരിന്തൽമണ്ണ, താഴേക്കോട്, ആനമങ്ങാട്, അങ്ങാടിപ്പുറം, പരിയാപുരം തുടങ്ങിയ വിവിധ സ്കൂൾ പരിസരങ്ങളിലായിരുന്നു പരിശോധന. CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് ഈ പരിശോധനകൾ നടന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പലപ്പോഴായി നടക്കുന്ന അടിപിടികളിൽ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും വീട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും വരെ തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ലൈസൻസ് ഇല്ലാത്തവർ വാഹനങ്ങളുമായി സ്കൂളിലെത്തി സമീപത്തെ വീടുകളിൽ സൂക്ഷിക്കുന്ന പതിവുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യം നൽകുന്ന വീട്ടുകാർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന ട്രിപ്പുകൾ 4-5 പേരൊക്കെ പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 5 പേരൊക്കെ ഒരു ബൈക്ക്. അപ്പം അങ്ങനെ അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇത് വലിയൊരു വിഷയത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. അതിപ്പം തുടർച്ചയായിട്ടുണ്ടാവും. ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ ഏകദേശം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ മാത്രമായിട്ട് ഏകദേശം 30ഓളം വാഹനങ്ങൾ സീസ് ചെയ്തു, 5-8 കേസുകൾ എടുത്തു, ഒരുപാട് പൈസ ഫൈൻ ഈടാക്കി. അതിങ്ങനെ തുടർച്ചയായിട്ട് പോകും. കാരണം ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, കുട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്കും അതിനുശേഷം അക്രമ പ്രവർത്തനങ്ങളിലേക്കും അത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഉള്ള തർക്കങ്ങളിലേക്കും അത് വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലേക്കും പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഇതിനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളും മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള രേഖകളില്ലാതെ കുട്ടികൾക്ക് ഇരുചക്ര വാഹനങ്ങൾ കൊടുത്തുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർശനമായിട്ടും അത് സീസ് ചെയ്യും. കർശനമായിട്ടുള്ള നിയമ നടപടികൾ അതിൻ്റെ പേരിൽ സ്വീകരിക്കുന്നതായിരിക്കും. CCN പെരിന്തൽമണ്ണ.